ഹായ്, നമ്മളിന്ന് ആലപ്പുഴയ്ക്കുള്ള യാത്രയിലാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ബീച്ചിലൊക്കെ പോകണം, പിന്നെ ചെറുതായിട്ടൊന്ന് ചൂണ്ടയൊക്കെ ഇടണം കടലിൽ. അപ്പം നമ്മളിപ്പോൾ തണ്ണീർമുക്കം മട്ടിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുള്ള പാലമാണിത്. നമ്മുടെ വേമ്പനാട്ട് കായലിന് കുറേ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത്. ആലപ്പുഴ കുട്ടനാട് മേഖലകളിലേക്കൊക്കെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറാതിരിക്കും, ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ഷട്ടറുകൾ ഉയർത്താനും താഴ്ത്താനൊക്കെ പറ്റും കേട്ടോ. ഇതങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. ഇതപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇതൊരു മോട്ടോറിക് പാരാഗ്ലൈഡറാണ് കേട്ടോ. ഇതിൽ 2 പേർക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഒരാൾക്ക് 4000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ കയറി ബീച്ചൊക്കെ ഒന്ന് ചുറ്റി കാണാൻ കേട്ടോ. ഇത് ഈ കാണുന്ന തൂണുകൾ ഒരു കടൽപ്പാല വരുന്നു കേട്ടോ. ഏകദേശം 150 വർഷം പഴക്കമുള്ളതാണേ. ഇതെല്ലാം തകർന്നു പോയതാണ്. ഇപ്പോൾ നമ്മൾ ബീച്ചിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി തുടങ്ങി കേട്ടോ. വീട്ടിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. നമ്മൾ ചൂണ്ടിടാൻ പോകുന്ന അർത്തുങ്കൽ ഹാർബറിലാണ് കേട്ടോ. പകൽ പോകണമെന്നുണ്ടായിരുന്നു, പകൽ എന്തായാലും എത്താൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമുക്കിന്ന് രാത്രി പോയി ചൂണ്ടിട്ട് നോക്കാവേ. ഇതുകൊണ്ട് മണൽ കൊണ്ടൊരു മത്സ്യകന്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. എത്ര നേരത്തെ കഷ്ടപ്പെടായിരിക്കും അല്ലേ. ഇതെല്ലാം സൂപ്പറാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ അർത്തുങ്കൽ ഹാർബറിലേക്ക് വന്നിട്ടുണ്ട്. ആലപ്പുഴ ബീച്ചിൽ നിന്ന് ഏകദേശം 20-25 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഹാർബറിലേക്ക് വരാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പൊങ്ങ് കെട്ടി ചൂണ്ടിടാനായിട്ട് നോക്കുവാണേ. ലൈറ്റ് അടിച്ച് നോക്കാം പൊങ്ങ് താഴുന്നുണ്ടോന്ന്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാവേ, എങ്ങനെയാണ് കിട്ടുമെന്നറിയാം. നമ്മൾ പണ്ട് പ്രാവശ്യം കടലിൽ വന്ന് ചൂണ്ടിട്ടിട്ട് നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിരുന്നേ. അപ്പോൾ ഈ തവണ നമുക്കൊന്ന് ഇട്ട് നോക്കാം എങ്ങനെയാണ്. ഇത് നമ്മൾ ചൂണ്ടനായിട്ട് ഇരയായിട്ട് ഉപയോഗിക്കുന്ന ചെമ്മീനാണേ. അപ്പോൾ നമ്മൾ ചെമ്മീൻ കുറച്ച് വാങ്ങിയായിരുന്നു. അല്ല, അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീൻ കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്ത് ഇടുന്നേ. നമ്മൾ പൊങ്ങ് ഇട്ടിട്ട് ലൈറ്റ് അടിച്ച് നോക്കാം കേട്ടോ പൊങ്ങ് താഴുന്നുണ്ടോന്ന്. പക്ഷെ നമുക്ക് അങ്ങനെ ഇട്ടിട്ട് ഒരു മീൻ പോലും കിട്ടുന്നില്ലേ. നല്ല അടിപൊളി സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് പകൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ നേരത്തെ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴത്തേക്കും വലിയ മീനൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ കല്ലിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം മീനുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരം പൊങ്ങിട്ട് കൊണ്ടിട്ട് നമുക്ക് മീനൊന്നും കൊത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി മാലച്ചൂണ്ട് ഇടാനാണ്. അപ്പോൾ നമുക്കിനി മാലച്ചൂണ്ട് റെഡിയാക്കണം. ഇതുകൊണ്ട് നമ്മൾ ഒരേ ചൂണ്ടയിൽ തന്നെ 4-5 കൊളുത്ത് സെറ്റാക്കി ചൂണ്ടിടുവാണേ. ഇതിനകത്ത് ചെറുതും വലുതും എല്ലാ കൊളുത്തും ഉണ്ടാകും കേട്ടോ. ഏത് മീനാ കയറി പിടിക്കുന്ന അറിയത്തില്ലല്ലോ. ഇതങ്ങനെ നമ്മുടെ മാലച്ചൂണ്ട സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാത്തിലും ചെമ്മീനും കുറച്ച് ഇടാൻ പോകും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒരു കല്ലും കട്ടണേ. കല്ല് അത്യാവശ്യം വെയിറ്റുള്ള വേണം കേട്ടോ. അല്ല ഇത്രയും തിരയായതുകൊണ്ട് നമ്മൾ കല്ല് വെയിറ്റ് കുറഞ്ഞാണെങ്കിൽ അടിച്ച് കരക്കി കയറ്റും. കൂരിയാ കൂരി. ഇത് നമുക്ക് ചൂണ്ടിട്ട് ആദ്യമായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത് ചെറിയ ഏട്ടക്കൂരിയാണ് കേട്ടോ. കൂടെടുക്ക്, കൂടെ കൊള്ളാട്ടെ. കൂടെ ഇതിനെ കുറത്തിട്ടാ മീൻ കിട്ടൂടാ. ഈ കൂരിയല് മുഴുത്ത മീനൊക്കെ പിടിക്കുന്ന ഇതിനെ കുറത്തിട്ടാ. ആ ഇതുകൊണ്ടല്ലേ ഫുള്ള് കല്ലാണ്ട് ചൂണ്ട കയറി കിടക്കുന്നുണ്ടേ. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ പണി കിട്ടും. അവർ പോന്നടാ. ആ ഇതാ നമുക്ക് അടുത്തൊരു മീനെ കൂടി കിട്ടിയിട്ടുണ്ടേ. ഈ മീനിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. നമുക്ക് കടൽ മീൻ അത്ര പരിചയമില്ല. ഇതിൻ്റെ പേരെന്നറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇത് നമുക്ക് അടുത്തായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കൂരി തന്നെ കേട്ടോ. ഈ കൂരി എന്ന് പറയുന്ന സാധനം എവിടെ ചെന്നാലും ഇതിൻ്റെ ശല്യം കേട്ടോ. വേറെ മീനൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇത് തന്നെ കയറി പിടിച്ചോണ്ടിരിക്കുവേ. ഇതിന് നല്ല മുള്ളുണ്ടോ കേട്ടോ. കുത്തിക്കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കുമേ. നമ്മളെ ആറ്റുള്ള കൂരിയെ പോലെ തന്നെ കേട്ടോ.
മീൻ ശരിക്കും കൊത്തുന്നൊക്കെ ഉണ്ടേ, പക്ഷെ നമുക്ക് ഇടയ്ക്കുമ്പോഴൊക്കെ മീൻ കിട്ടുന്നുള്ളൂ. ഇത് നമുക്ക് അടുത്ത് മീൻ അടിച്ചിട്ടുണ്ടേ. അതും അത്യാവശ്യം സൈസുള്ളൊരു കൂരി കേട്ടോ. ഇത് നമുക്ക് പിന്നെ നേരത്തെ കിട്ടിയ കൂട്ടൊരു മീൻ കിട്ടിയിട്ടുണ്ടേ. ഇതുകൊണ്ട് നമുക്ക് ഇതുവരെ ഇത്ര മീനാണ് കിട്ടിയത്, കുഴപ്പമില്ല. ഈ മാലച്ചൂണ്ട ഇടുമ്പോഴത്തേക്ക് ഇതുപോലെ കെട്ടുവിടാൻ സാധ്യതയുണ്ടേ. എനിക്ക് വന്ന മീൻ കുറവാണ് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാ ചൂണ്ടയ്ക്ക് മീൻ കയറി പിടിക്കേണ്ടതാണ്. ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാ ചൂണ്ടയ്ക്കും മീനായിരിക്കും മാലച്ചൂണ്ട ഇട്ടിട്ടേ. ഇനി ഒരു ദിവസം നമുക്കിവിടെ പകൽ വന്നിട്ട് നോക്കണം. ഇതിപ്പോൾ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്, അതുകൊണ്ട് നമ്മൾ ലേറ്റായി പോയി വന്നപ്പോഴത്തേക്ക്. ഹമൂറടാ ഇതുകൊണ്ട് നമുക്ക് പിന്നെ കെട്ടിയ മീനായിട്ടത്. ഇതിൻ്റെ പേരും നമുക്കറിയത്തില്ല, അത്യാവശ്യം വലിപ്പമുള്ളായിരുന്നേ. പിടിച്ചേക്കല്ലേ, നല്ല മുള്ള. ആ ഇവിടെ ഉണ്ട്, നല്ല മുള്ളായതുകൊണ്ട് നമ്മൾ കവറോടെ കൂട്ടി പിടിച്ചാട്ടോ ഊരി എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കയ്യിൽ കയറിയിട്ടുണ്ട് നല്ല പണിയാവും. പിന്നെ ഇതങ്ങനെ നമ്മൾ കടലിൽ ചൂണ്ടിടാൻ വന്നിട്ട് കിട്ടിയ മീനുകളാട്ടോ ഇത്രയും. ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിയ മീൻ ഇതാണ്. പിന്നെ നമ്മൾ ചൂണ്ടിട്ട് മീനൊന്നും കൊത്തുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് ഓർത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. നമുക്കിനി കുറേ ദൂരം പോകാനുണ്ട്, നമുക്ക് കോട്ടയം വരെ ചെല്ലണം. ഇതങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടേ. ഇത്രയും സമയം ഇരുന്നിട്ട് മീൻ കേടായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള മീൻ കിട്ടി കേട്ടോ. കുറച്ച് മീനെ കിട്ടിയിട്ടുള്ളെങ്കിൽ പോലും നമുക്ക് ചൂണ്ടിട്ട് പിടിക്കുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയ ഫിഷിംഗ് വീഡിയോസൊക്കെ ആയിട്ട് പിന്നെയും കാണാവേ.